ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ നമ്മുടെ ഷോപ്പിലാണ് ഉള്ളത്. എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോടൊന്ന് തുറന്നു പറയണമെന്നുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരു ലോങ് വീഡിയോ ഇടണം. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ യൂട്യൂബിൽ അങ്ങനെ ഇപ്പം റീൽസോ അല്ലെങ്കിൽ ലോങ് വീഡിയോകളോ ഒന്നും ഇടുന്നില്ല. അപ്പം തോന്നുമ്പോൾ മാത്രം 2-3 റീൽസ് ഇടും, അല്ലെങ്കിൽ പിന്നെ കുറേ എന്താ പറയുക ശോകാവസ്ഥയായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കും, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ, എന്തെങ്കിലും വരുമാനം അതിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയല്ലേ, പൈസ കിട്ടാൻ തുടങ്ങിയോ എന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പം എനിക്ക് ആദ്യം ഒരു വിഷമമാവും. അപ്പം അതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് വന്നൊന്ന് പറയണമെന്നുണ്ട്. അപ്പം എന്താണ് വീഡിയോ ഇടാത്തത്, എന്താണ് റീൽസ് ഇടാത്തത്, അപ്പം അതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ മുന്നിലൊന്ന് വന്ന് പറയണമെന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വരുമാനം കിട്ടിയോ എന്ന് ചോദിക്കുന്നവരോടാണ്. എനിക്കിതുവരെ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. കാരണം അതിൽ കുറച്ച് എന്താ പറയുക, ഒരു നമ്മുടെ ഈ ചാനൽ മോണിറ്റൈസ് ആവുന്നതിന് കുറേ റൂൾസും ആൻഡ് റെഗുലേഷൻസൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക മോണിറ്റൈസ് ആവത്തുള്ളൂ നമ്മുടെ ചാനൽ. സോ അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ അതെനിക്കായി, പക്ഷേ ഇനി വാച്ച് അവറും കൂടി വേണം. അപ്പം നമ്മൾ ലോങ് വീഡിയോ ഒക്കെ എത്രമാത്രം ഇടുന്നോ അതിൻ്റെ ഒരു വ്യൂ അനുസരിച്ചും ഒക്കെയാണ് നമുക്ക് ഇതേപോലെ വാച്ച് അവർ ഒക്കെ നോക്കിയിട്ടാണ് അവർ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നത്. എനിക്കിതുവരെ അങ്ങനെ ആയിട്ടില്ല. സോ അപ്പം ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ ലോങ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസൊക്കെ ഇടുമ്പം അങ്ങനെ മോണിറ്റൈസ് ആവണമെന്നൊന്നുമില്ല. അപ്പം സ്ഥിരം ആളുകൾ എന്താണ് ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസോ അങ്ങനെ റീൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവരുടെയൊക്കെ ചാനൽ മോണിറ്റൈസ് ആവും, പെട്ടെന്ന് കുറേ സബ്സ്ക്രൈബേഴ്സ് ആവും. ഞാൻ പിന്നെ വല്ലപ്പോഴും എനിക്ക് തോന്നുമ്പോൾ മാത്രം ഇടും. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പം വീഡിയോസൊന്നും അങ്ങനെ ഇടാത്തത്. വിചാരിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റെഗുലറായിട്ട് വീഡിയോസ് ഇടണമെന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമല്ലോ, പിന്നെ കുഞ്ഞിനെ നോക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കലത്തെ ഫുഡും കാര്യങ്ങളും ആക്കണം. അതൊക്കെയാണ്. പിന്നെ അമ്മയുണ്ട്, അമ്മയെ സഹായിക്കും നല്ലതുപോലെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നാണ് ഫുഡും കാര്യങ്ങളും ഒക്കെ ആക്കുന്നത്. എങ്കിലും നമുക്ക് സമയം ഇങ്ങനെ പെട്ടെന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം വീഡിയോ എടുക്കാനോ അങ്ങനെ അതിനൊക്കെ ഒരു സ്പേസ് വേണം. പക്ഷേ അത് പറ്റുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. മുമ്പ് ഞാൻ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് എങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒട്ടും പറ്റുന്നില്ല. കാരണം സമയവും കിട്ടുന്നില്ല. സമയം ഇങ്ങനെ അങ്ങ് പോവാങ്ങ്. ഉച്ചക്കലത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ ആക്കിയ ശേഷം കുഞ്ഞിനും ഫുഡ് കൊടുത്തിട്ട് അവളെ ഒരുക്കി ഇതേപോലെ ഞാനും ഒരുങ്ങി പെട്ടെന്നൊരു 12:10, 12:45 ആ ഒരു ടൈം. ഞാൻ മാക്സിമം 12:10 ബസ്സിലാണ് പോകാൻ നോക്കുന്നത്. അപ്പം നമ്മുടെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട്. അപ്പം ആ ബസ്സിൽ, നമ്മുടെ പ്രിയദർശിനി, ആ ബസ്സിൽ കയറിയിട്ട് ഇതേപോലെ നേരെ കടയിലിറങ്ങും. കടയിലിറങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എനിക്കുള്ള ഫുഡിങ് കൊണ്ടുവരും. കാരണം നമുക്ക് ഫുഡ് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സമയം കിട്ടത്തില്ല. സോ ബസ് പോവും. അപ്പം ഞാൻ എൻ്റെ കഴിപ്പും കുടിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സമയമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്കും സെബിനാച്ചനും കഴിക്കാനുള്ള ഫുഡുമായിട്ടാണ് നമ്മൾ ഇവിടെ കടയിൽ വരുന്നത്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഓൺലൈൻ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. അപ്പം ഓൺലൈൻ നമുക്ക് കുറേ ഓർഡേഴ്സൊക്കെ വരും. അപ്പം നമ്മുടെ ഈ ഒരു ഷോപ്പിന് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. ഇതിലൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് ആളുകൾ കൂടുതലും നമുക്ക് ഈ ക്ലോത്തിങ്ങിൻ്റെ ഓർഡറൊക്കെ കിട്ടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റീൽസൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ തിരക്കും കാര്യങ്ങളും ആയിരിക്കും. പിന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വൈകുന്നേരം ഒരു 4 മണി ഒരു 4-4:30 ഒക്കെ ആകുമ്പം മറ്റേ ഞാൻ ബസ്സിലാണ് വന്നത്. ബസ്സെന്ന് വെച്ചാൽ ഒരു കറക്റ്റ് സമയമുണ്ട്, ആ സമയത്തിലേ വരത്തുള്ളൂ. അപ്പം അച്ഛൻ പിന്നെ എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടാക്കും. അങ്ങനെ പിന്നെ നേരെ വീട്ടിൽ വന്നു. പിന്നെ എന്തെങ്കിലും അതുവരേക്കും അമ്മ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്ത് സെറ്റൊക്കെ ആക്കി വെച്ചേക്കും. പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഓടി കരച്ച് പോകുന്നത് തന്നെ. കോഴികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ തീറ്റയും കൊടുത്ത് കുറേ നേരം ചിലവഴിക്കും. പിന്നെ സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ഷോപ്പ് രാത്രി ഒരു 9 മണി വരെ ഉണ്ട്. അപ്പോൾ 9 മണി കഴിയുമ്പോൾ അച്ഛൻ വീട്ടിൽ വരും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. അമ്മയും അപ്പയൊക്കെ ഓൾറെഡി നേരത്തെ ഫുഡ് കഴിക്കും. ഞാൻ പിന്നെ അച്ഛൻ വന്നതിന് ശേഷമായിരിക്കും കഴിക്കുന്നത്. അപ്പോഴത്തേനെ കുഞ്ഞുവിനെ ഉറക്കി അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവളെ ഉറക്കി സെറ്റാക്കും. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഒന്ന് കിടക്കുന്നത്. എല്ലാവരുടെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാനിപ്പം പറയുന്നുണ്ട്, ഞങ്ങളും ഇതേപോലൊക്കെ തന്നെ. അങ്ങനെയൊന്നല്ല പറയുന്നത്. ഫോണൊന്നും കിട്ടും അതുവരെയും എന്താ പറയുക, അങ്ങനെ ഫോണൊന്നും അങ്ങനെ ഓവർ യൂസ് ചെയ്യാറൊന്നുമില്ല. രാത്രി കിടക്കുമ്പോഴായിരിക്കും ഒന്ന് ഫോൺ കുത്തുന്നത്. പിന്നെ ഉറക്കം വരും.
പിന്നെ പോത്തുപോലെ കിടന്ന് ഉറങ്ങും, പിന്നെ രാവിലെ എഴുന്നേക്കും, പിന്നെ രാവിലത്തെ ഇങ്ങനത്തെ ഉള്ള വർക്കും കാര്യങ്ങളും എല്ലാം. അപ്പം അതുകൊണ്ടൊക്കെ എനിക്ക് ഇപ്പം സമയം കിട്ടാറില്ല. മറ്റേ ഞാൻ എങ്ങനെയും ഒക്കെ തട്ടി കൂട്ടുമായിരുന്നു വീഡിയോ. പക്ഷെ ഇപ്പം ഒട്ടും പറ്റുന്നില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെയോ അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും പറ്റുന്നില്ല ഗൈസ്. പിന്നെ കടയിലിരിക്കുമ്പം എന്തെങ്കിലും ഒരു കുറച്ച് സമയം കിട്ടുമ്പോഴായിരിക്കും ഞാൻ റീലൊക്കെ എടുക്കുന്നത്. എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഞാൻ ഇങ്ങനെ ഇരുന്നാലൊന്നും പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ വീഡിയോസോ അല്ലെങ്കിൽ റീൽസോ ഒക്കെ ഇടണം. എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ തന്നെ അത് നല്ലൊരു കാര്യമാണ്. എല്ലാ പെൺപിള്ളേർക്കും എന്താ പറയുക, ഓരോ അംബീഷൻ കാണും. ഇന്ന ജോലി ചെയ്യണം, ജോലിയിൽ നിന്ന് നല്ല വരുമാനം കിട്ടണം. ഇതും അങ്ങനെ അംബീഷൻ ഇല്ലാത്ത ആരുമില്ല. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒക്കെ ഒത്തിരി അംബീഷൻസ് കാണും. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. എനിക്കും ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിന് പറ്റാത്ത സാഹചര്യമൊക്കെയാണ്. കാരണം ഇപ്പം ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, എൻ്റെ നാത്തൂന് അവൾക്ക് വയ്യാത്തയാണ്. അപ്പം അവളുടെ കാര്യങ്ങൾ നോക്കാനും വീട് നോക്കാനും ഒക്കെ എന്താ പറയുക, ഒരാളെ കൊണ്ട് പറ്റത്തില്ല, ആക്കണമല്ലോ. അപ്പം നമ്മളിങ്ങനെ രാവിലെ നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടി, നമ്മൾ ഇറങ്ങി പോവുകയാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്, ജോലിയും കാര്യങ്ങളും. പിന്നെ അവളെ നോക്കണം. അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മ ഒറ്റയ്ക്കത് ചെയ്യണം. പപ്പയും നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും അമ്മ. എങ്കിലും അവർക്കും പ്രായമായി വരികയാണ്. അപ്പം നമ്മളിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ട്, എനിക്കും ഒരു കുഞ്ഞുണ്ട്, അപ്പം അവളെ നോക്കണം. സോ അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ഞാൻ ജോലിക്കൊക്കെ പോയി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പൈസ ഏൺ ചെയ്യുവാണെങ്കിൽ വീട് നോക്കണം, പിന്നെ കുഞ്ഞിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം, വീട്ടുകാർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം ഒക്കെ ചില സമയത്ത് എല്ലാവരുടെയും പോലെ എൻ്റെ ഒരു ആഗ്രഹമാണ്. എന്തെങ്കിലുമൊക്കെ പൈസ ഏൺ ചെയ്യണം. നമ്മുടെ ഷോപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ആളുകളൊക്കെ അറിഞ്ഞ് വരുന്നു, പിന്നെ ഓൺലൈൻ ഓർഡേഴ്സൊക്കെ കിട്ടുന്നു, ഇങ്ങനെ വെച്ച് വരുന്നതേ ഉള്ളൂ. സോ അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കാറുണ്ട്. കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എന്നാണ് ഒരു സമയം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. സോ അപ്പം ഇനി തൊട്ട് റെഗുലറായിട്ട് വീഡിയോ ഇടാമെന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെ ആയിത്തീരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, നോക്കാം, ശ്രമിക്കാം ഗൈസ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാട്ടോ. എല്ലാവർക്കും വലിയ കാര്യമാണ് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുക എന്നുള്ളത്. പിന്നെ ആളുകൾ എൻ്റെ അടുത്ത്, മിക്ക ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ ജോലിക്കൊന്നും പോകുന്നില്ല, നമ്മളിങ്ങനെ നിന്നാൽ മതിയോ? അപ്പം ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ഒക്കെ വിഷമമാവും. പക്ഷെ ചിലപ്പോൾ വിചാരിക്കും, എന്താ ഇതിന് ഈ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കുറച്ച് വരുമാനം കിട്ടും, അതേ ഉള്ളൂ. അല്ലാതെ ജോലി കൊണ്ടൊന്നും എന്താ ഒരു ഉപകാരമില്ല സത്യമായിട്ടും. കാരണം നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ ആ ഒരു വിഷമവും സങ്കടവും ഇല്ലേ. ഞാനിപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇല്ലേ. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കും, അവരാരെ ഹെൽപ്പ് ചെയ്യില്ല, അവരെ ആര് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവരിയ്ക്കുന്നു. പക്ഷെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കും ജോലിക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഇതാവും. സോ അപ്പം അങ്ങനെ ആവണ്ട, എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ മതി. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചിലപ്പം ഇതിൽ നിന്നും കുറച്ച് വരുമാനമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഈ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ പോലെ എന്താ പറയുക, ഇങ്ങനെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും പിന്നെന്താ അവരുടെ ഇതേപോലെ ഒത്തിരി ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ അവരുടെയൊക്കെ എഡിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ മാസ് എഡിറ്റിംഗ് ആണ്, അങ്ങനെയൊക്കെ ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാനിങ്ങനെ ഈ ഫോണും പിടിച്ചിങ്ങനെ ഇരിക്കും, ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇനി വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. സോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഞാൻ പ്രതീക്ഷയുള്ളൂ. അപ്പം ഇനി റീൽസ് ഞങ്ങൾ ഇതുവരെ ഇട്ടിട്ടില്ല, ഈ സമയം വരുന്നേ ഉള്ളൂ. അപ്പം ഇന്ന് കുടുംബശ്രീക്ക് പോകണം. അപ്പം എന്നും ശനിയാഴ്ച ഒരു 4-4:30 ആ ടൈമൊക്കെ ആകുമ്പോഴാണ് കുടുംബശ്രീ ഉള്ളത്. ഞായറാഴ്ചയല്ല, എല്ലായിടത്തും ഞായറാഴ്ച ആയിരിക്കും, പക്ഷെ ഞങ്ങളുടെ ഇവിടെ
ശനിയാഴ്ചയാണ്. അപ്പം കുടുംബശ്രീക്ക് പോകണം. അപ്പം ഞാൻ പെട്ടെന്ന് റീൽസും കാര്യങ്ങളും ഒക്കെ എടുക്കട്ടെ. അതിന് ശേഷം വേണം ഇനി കുടുംബശ്രീക്ക് പോകാൻ. കുടുംബശ്രീക്ക് പോയില്ലെങ്കിൽ 10 രൂപ ഫൈനാണ്. സോ അപ്പോൾ അതിന് പോകണം. ബസ് 3:20 ഒരു ബസ്സുണ്ട്. അപ്പോൾ അതിന് മുന്നേ റീൽസൊക്കെ എടുത്തിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. വീഡിയോ എടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് ഞാൻ അച്ഛനെ ആണെങ്കിൽ പുറത്തിറക്കി വിട്ടേക്കാണ് ഗൈസ്. അച്ഛൻ ഇരുന്ന് ടാബിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഓർഡർ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോസ് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുണ്ട് അല്ലേ കുഞ്ഞി? നമ്മുടെ കുഞ്ഞുണ്ട് അമ്മയുടെ കൂടെ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് സെലിനാച്ചനെ വിളിക്കാം. എന്നിട്ട് നമുക്ക് റീൽസിന് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.